ഹായ്, സുഖല്ലേ? ഇനി ഈ പഴം കിട്ടിയാൽ കളയരുത് കേട്ടുള്ളൂ. ഈ ചൂടിൽ ശരീരം തണുപ്പിക്കാൻ അമൃത് പോലെ ഒരു സർബത്ത് ഉണ്ടാക്കാം. അത് 4 ചേരുവ മതി. വരും, എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കൂവളത്തിൻ്റെ പഴം കേട്ടുള്ളൂ. ഇതിന് വിൽവം, ബേൽ, വുഡ് ആപ്പിൾ എന്നൊക്കെ പേരുണ്ട്. അപ്പം ഇത് എവിടെ കണ്ടാലും കിട്ടിക്കഴിഞ്ഞാൽ ഇത് കളയരുത് കേട്ടുള്ളൂ. ഉപയോഗിച്ചോളൂ, സർബത്താക്കിട്ടോ ചട്നി ആയിട്ടൊക്കെ ഇത് ഉണ്ടാക്കാം. ജാം ഉണ്ടാക്കാനൊക്കെ ബെസ്റ്റാണ് കേട്ടുള്ളൂ. ഇത് കുറച്ചിങ്ങനെ തല്ലി പൊട്ടിക്കാൻ കുറച്ച് പാടാണ്. ഇത് കാരണം ഇത് ഫുള്ളായിട്ടൊന്ന് പഴുത്തിട്ടുണ്ട്, ഉണങ്ങിയിട്ടില്ല. ഇതിൻ്റെ തോട് ഉണങ്ങുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊളിച്ച് കഴിഞ്ഞ് ഇങ്ങനെ അടർത്തിയെടുക്കാൻ നല്ല ഈസിയാണ്. ഇപ്പോൾ ഇതുപോലെ അടർത്തിയെടുത്തിട്ട് കേട്ടോ, നന്നായി പഴുത്തിട്ടുണ്ട്, നല്ല വലുതുമാണ് അത്യാവശ്യം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണ്, എങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യൂട്ടുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇന്ന്. ഈ കൂവളം 27 നാളിൽ ഏത് നാളുകാരുടെ വൃക്ഷമാണെന്നും കൂടി കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഫുൾ ഇങ്ങനെ ചെറുതായിട്ട് പീസായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടണം. പിന്നെ ആ തോടിലുള്ളതെല്ലാം നമുക്ക് ചുരണ്ടി എടുക്കണം. ഒട്ടും വേസ്റ്റ് ആക്കാൻ പാടില്ല. നമുക്കത് ഫുൾ യൂസ് ചെയ്യണം. അത്രയും ഔഷധ ഗുണങ്ങളുള്ള ആരോഗ്യത്തിന് നല്ല ഒരു സാധനമാണ് കേട്ടോ. ഇത് എപ്പോഴൊന്നും കിട്ടില്ലല്ലോ. ഇത് ശിവരാത്രി ആ സമയം തൊട്ടിട്ട് മാർച്ച് തൊട്ടിട്ട് ജൂൺ വരെയാണ് നമുക്കിവിടെ നോർത്ത് ഇന്ത്യയിൽ ഇത് കിട്ടും കേട്ടോ. ഇഷ്ടം പോലെ കിട്ടും. നമ്മുടെ ജ്യൂസ് കടകളൊക്കെ പോലെ ഈ നമ്മുടെ സ്റ്റോളുകളിലൊക്കെ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് ചൂടുകാലത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇവിടത്തേക്ക് ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂട് തന്നെയല്ലേ. ഈ ചൂടുകാലത്ത് ഇവിടെ എല്ലാവരും ഉപയോഗിക്കും കേട്ടോ ഈ കൂവളത്തിൻ്റെ ജ്യൂസൊക്കെ. അപ്പോൾ ഇത് ഞാൻ മുഴുവൻ അതുപോലെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഉടച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഫുൾ ജ്യൂസ് നമ്മൾ അത് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണമല്ലോ. ഇതിൽ കുറച്ച് കുരുവും നാരും മാത്രമേ ബാക്കി വരൂ. നമ്മളിത് സ്പൂൺ കൊണ്ട് ഉടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേസ്റ്റായി പോകും. അപ്പോൾ ഇത് കൈയോട്ട് തന്നെ വേണം കേട്ടോ ഉടയ്ക്കാൻ. ഇതുപോലെ ഉടച്ചത് ഇത് മാത്രമേ ഇത്രയും നമുക്ക് വേസ്റ്റ് വരും. ഇതുപോലെ നാരും കുരുവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കളയണം. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നല്ലൊരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്താനുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇനി രണ്ട് സാധനം ആകെ ചേർത്താനുള്ളൂ. നമ്മുടെ കൂവളം ജ്യൂസ് റെഡിയാവും. അപ്പോൾ ശിവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വൃക്ഷമാണ് കൂവളം എന്നാണല്ലേ പറയുക. അപ്പോൾ പാലാഴി മഥന സമയത്ത് കാളകൂട വിഷം വന്നപ്പോൾ അത് നമ്മുടെ പരമശിവൻ പാനം ചെയ്തു എന്നും തൊണ്ടേന്ന് താഴത്തേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ പാർവതി കഴുത്തിൽ മുറുക്കെ പിടിച്ചെന്നും അപ്പോൾ അങ്ങനെ നീലകണ്ഠൻ എന്ന് പേര് വന്നു എന്നൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ആ കാളകൂട വിഷം സേവിച്ച ശിവൻ്റെ ശരീരം ഒരുപാട് അത്യുഷ്ണമായിരുന്നു അത്രേ. അപ്പോൾ ആ ചൂട് ശമിപ്പിക്കാൻ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ശരീരം തണുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നാണ്. പിന്നെ നമ്മുടെ വില്വാതിലേഹ്യം, കഷായം, ദശമൂലാരിഷ്ടം ഇപ്പോൾ ഇതുപോലുള്ള ആയുർവേദ മരുന്നുകളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രധാന ഘടകമാണ് നമ്മളുടെ കൂവളം. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുണ്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 27 നാളിലെ ഏത് നാളുകാരുടെ വൃക്ഷമാണ് കൂവളം എന്ന്. അപ്പോൾ അറിയണവർ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഓരോ കാര്യത്തിനെ പറ്റി. അപ്പോൾ ഇതിനെപ്പറ്റി അറിയണവരും എന്തായാലും നിങ്ങളുടെ അറിവ് കൂടി ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം കേട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും ചേർത്തു, ഒരു 2 നുള്ള് ഉപ്പ് ചേർത്തു, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്തു. പഞ്ചസാരയ്ക്ക് ഇഷ്ടമില്ലാത്തവർ, കഴിക്കാൻ പാടാത്തവർ തേന് ചേർത്താലും മതി കേട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഇളക്കി കുറച്ച് ഐസും ഇട്ടിട്ട് അങ്ങോട്ട് കുടിക്കുക. ചൂടുകാലത്ത് നമുക്ക് അറിയാൻ പറ്റും അത് ചൂട് നമുക്ക് കുറയണത്, ആ ഒരു ഫീല് നമുക്ക് കിട്ടും. വയറ് നിറയാനും നല്ല ഇതാണ്, ചൂട് കുറയാനും നല്ലതാണ്. അപ്പോൾ ഈ ചൂടുകാലത്ത് വളരെ ഉത്തമമാണ് കേട്ടോ ഈ ജ്യൂസ്. കൂവളത്തിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. അപ്പോൾ ഇത് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നല്ല തണുത്ത വെള്ളത്തിൽ പിഴിയുക, ഐസ് ഇട്ടിട്ട് കുടിക്കുക. അതാണ് കുറച്ചുകൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയിരിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് പഴയകാല വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. അപ്പോൾ ശരി കേട്ടോ. ഓക്കെ, ബൈ.